നമസ്കാരം, അജിത്താണ്. നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കർഷക സുഹൃത്തുക്കളെയും സഹർഷ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് പച്ചക്കറി കൃഷിയിൽ തുള്ളി നന സംവിധാനം എങ്ങനെ സിമ്പിളായിട്ട് ഒരുക്കാം എന്നതാണ്. അതിനൊപ്പം തൈകൾ നടുന്ന രീതി കൂടി പറയുന്നുണ്ട്. തൈകൾ കാണണ്ടേ, നമ്മുടെ തൈ കോളിഫ്ലവർ കാണിക്കുക. വെഞ്ചർ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നാൽ മെയിൻ പൈപ്പ് ലോക്ക് ചെയ്ത് ഉള്ളിലേക്കുള്ള വാൽവും വെഞ്ചറിക്ക് പുറത്തേക്കുള്ള വാൽവും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഉള്ളിലേക്ക് വെള്ളം ശക്തമായി കടന്നു വരികയും വെഞ്ചുറിയിലെത്തി ആ ശക്തി കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. വെഞ്ചുറി ആ ശക്തി കുറയ്ക്കുമ്പോൾ ആ ശക്തി കുറയ്ക്കുന്ന ഭാഗത്ത് ഒരു പൈപ്പ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പ് വഴി വെള്ളം ഉള്ളിലേക്ക് വലിക്കും. അപ്പോൾ ആ ഉള്ളിലേക്ക് വലിക്കുന്ന വെള്ളവും ഇതിനകത്തുള്ള വെള്ളവും മിക്സായി മെയിൻ നമ്മുടെ ലൈനിലേക്ക് എത്തുകയും അത് നമുക്ക് ഈ മെയിൻ വാൽവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് എത്ര വെള്ളത്തിൽ എത്ര വളം മിക്സ് ആവണമെന്നത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയും. അതിനുശേഷം ഈ സ്ക്രീൻ ഫിൽറ്ററിനകത്തേക്ക് വെള്ളം കടക്കുകയും ഇതിനകത്തുള്ള സ്ക്രീൻ വഴി അരിച്ച വെള്ളം നേരെ നമ്മുടെ മെയിൻ ലൈനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ ഫിൽറ്ററിൽ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ തുറന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. തുറന്ന് വിട്ടാൽ മതി, ഇതിനകത്തുള്ള അഴുക്കെല്ലാം അതുവഴി പുറത്ത് പോകും. 10 സെൻറ്റിൽ 2000 തൈകളാണ് ഞാൻ നട്ടിട്ടുള്ളത്. കോളിഫ്ലവറും ക്യാബേജും മുളക് തക്കാളി. അപ്പോൾ ഈ മെയിൻ ലൈനിൽ കൂടി വെള്ളം കടന്നു വന്ന് ഈ സ്ക്രീൻ ഫിൽറ്ററിനുള്ളിൽ കടന്ന് ആ വെള്ളത്തിലുള്ള പൊടിയും അഴുക്കുമൊക്കെ നന്നായി അരിച്ച് മെയിൻ ലൈനിലെത്തുകയും അതുവഴി നമ്മൾ 1 ഇഞ്ച് പൈപ്പാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സ്ക്രീൻ ഫിൽറ്ററിൻ്റെത് 1.5 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഫിൽറ്ററാണ്. അപ്പോൾ ഈ വെള്ളം ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 3 മീറ്റർ ഉയരത്തിലാണ് ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ഫോഴ്സ് കിട്ടും. 2000 ട്രിപ്പർ നമുക്ക് ഈ 1 ഇഞ്ച് പൈപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ട്രിപ്പറിൻ്റെ എണ്ണം കൂട്ടേണ്ടതുണ്ടെങ്കിൽ ഈ പൈപ്പിൻ്റെ വ്യാസം കൂട്ടിയാൽ മതി. 1 ഇഞ്ചിൽ നിന്നുള്ള 2 ഇഞ്ച് ആക്കുമ്പോഴത്തേക്ക് 4000 ട്രിപ്പർ കണക്ട് ചെയ്യാം. ഇത്രയും ഉയരം ഉണ്ടെങ്കിൽ ഇങ്ങനെ മെയിൻ ലൈനിൽ വരികയും 1 ഇഞ്ച് പൈപ്പിൽ നമ്മൾ ഈ 16 mm ലാറ്ററൽ ട്യൂബ് കണക്ട് ചെയ്യും. കണ്ടില്ല, ഇതെല്ലാം കാണിച്ചു തരാം. കണക്ട് ചെയ്യും. അതിലേക്ക് നമ്മൾ ട്രിപ്പർ ഫിറ്റ് ചെയ്യും. ചെടിയുടെ ചുവട്ടിൽ എത്ര വെള്ളം എത്തണമെന്നുള്ളത് നമ്മൾ ആ മെയിൻ ലൈനിലെ വാൽവ് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ചെറിയ അളവിൽ വെള്ളം എത്തുന്നതാണ് ഏറ്റവും നല്ലത്. 2 നേരം നനയ്ക്കുക. തൈകളായതുകൊണ്ട് എനിക്കിപ്പോൾ 1/2 ലിറ്റർ വെള്ളം മതി ഒരു തൈക്ക് ഒരു നേരം. ഇപ്പോൾ 2 നേരം 1 ലിറ്റർ വെള്ളം മതി. ലാറ്ററൽ ട്യൂബ് 1 ഇഞ്ച് പൈപ്പിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഈ ലാറ്ററൽ ട്യൂബാണ് കറുത്ത നിറത്തിൽ കാണുന്നത്. ഈ ലാറ്ററൽ ട്യൂബിലാണ് നമ്മൾ ട്രിപ്പർ കണക്ട് ചെയ്യുന്നത്. ലാറ്ററൽ ട്യൂബിൻ്റെ അളവ് 16 mm ആണ്. മെയിൻ പൈപ്പിൽ ചെടി നടേണ്ട അകലത്തിൽ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ നടുന്നത് 45 സെൻറ്റിമീറ്റർ × 55 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. അപ്പോൾ അതിൽ 45 സെൻറ്റിമീറ്റർ അകലത്തിൽ അടയാളപ്പെടുത്തി ഈ ലാറ്ററൽ ട്യൂബ് കണക്ട് ചെയ്യാൻ കൃത്യമായൊരു അളവിൽ ദൂരമിടണം. അതിന് ഒരു ടൂളുണ്ട്. ആ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ദൂരമിടുന്നത്. ആ ടൂൾ ഉപയോഗിച്ച് ദൂരമിടുക. അതിനുശേഷം അതിലുള്ള ആ പ്ലാസ്റ്റിക് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി ഒരു റബ്ബർ ബുഷുണ്ട്, അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അകത്ത് ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ വെള്ളം ലീക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബുഷ് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച്
ചെയ്യുക. ബുഷ് നന്നായി ടൈറ്റായി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ലാറ്ററൽ ട്യൂബ് കണക്ട് ചെയ്യാനുള്ള കണക്ടർ ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. റബ്ബർ ബുഷും കണക്ടറും ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ നേരെ വയലിൽ വന്നിട്ടുണ്ട്. പൈപ്പുകൾ ജോയിൻ ചെയ്യുകയാണ്. ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി ലാറ്ററൽ ട്യൂബ് ഈ പൈപ്പിൽ ജോയിൻ ചെയ്യണം. ഡ്രിപ്പ് ഇറിഗേഷൻ തുടക്കത്തിൽ ലേബർ കോസ്റ്റും മെറ്റീരിയലിൻ്റെ തുകയും വളരെ കൂടുതലായിരിക്കും. അത് എല്ലാവർക്കും ഓർമ്മ വേണം. കാരണം ഞാൻ ഈ 10 സെൻറ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാം കൂടി ഒരു 45,000 രൂപയായി. മോട്ടറും ടാങ്കും സ്റ്റാൻഡും ഫിൽറ്ററും വെഞ്ചുറി. ഈ ലേബർ കോസ്റ്റ് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. കാര്യം ഞാനും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. ലേബർ കോസ്റ്റ് സത്യം പറഞ്ഞാൽ ആയിട്ടില്ല. ബാക്കിയുള്ള ചിലവാണ് ഞാനീ പറഞ്ഞ 45,000 രൂപ. ലാറ്ററൽ ട്യൂബൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാറ്ററൽ ട്യൂബിൻ്റെ അഗ്രഭാഗം ഒരു എൻഡ് ക്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അതും സിമ്പിളാണ്. ഇതെല്ലാം വളരെ സിമ്പിളാണ്. കണ്ടുള്ളൂ, ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിന് മുൻപേ ആയിട്ട് ഈ ലാറ്ററൽ ട്യൂബ് വഴി കുറച്ച് വെള്ളം കടത്തി വിടണം. ഇതിനകത്തുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക് പൊടിയോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയാണ്. പച്ചക്കറി കൃഷിയിൽ കുമ്മായ പ്രയോഗം അത്യാവശ്യമാണ്. പച്ചക്കറി കൃഷിയിൽ ഏത് കൃഷിയായാലും പച്ചക്കറിയിൽ ഓരോ കൃഷിക്കും ഓരോ കിലോ കുമ്മായം ഓരോ സെൻറ്റിൽ ഇടണം. മണ്ണിലെ അമ്ലത കുറയ്ക്കാനും ചെടികൾക്ക് മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള ശേഷി കൂട്ടാനും വേണ്ടിയാണ് നമ്മൾ കുമ്മായം ഇടുന്നത്. നമ്മുടെ മണ്ണിൽ കളകളുടെ ശല്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൾച്ചിങ് ചെയ്യും. പുതയിടുക എന്ന് പറയും. പുതയിടുക പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം. ഇത് ലേശം വില കൂടിയ ഷീറ്റാണ്. വില കുറഞ്ഞ ഷീറ്റ് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് 4 അടി വീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ തിട്ട പിടിക്കണം. ഒരു 2.25 അടി വീതിയിൽ തിട്ട പിടിക്കണം. എന്നിട്ട് അത് വിരിച്ചിട്ട് അതിൻ്റെ 4 സൈഡിലും മണ്ണിട്ട് കാറ്റത്ത് പറന്നു പോകാത്ത രീതിക്ക് വയ്ക്കും. ഇതാകുമ്പോൾ കുറച്ച് വീതി കൂടുതലാണ്, പണി പെട്ടെന്ന് കഴിയും. എന്നതുകൊണ്ടാണ് ഇതാക്കിയത്. ഏറ്റവും നല്ലത് ഈ 4 അടി വീതിയിൽ കിട്ടുന്ന മൾച്ചിങ് ഷീറ്റ് തന്നെയാണ്. ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ കാര്യമൊന്നുമില്ല. പച്ചിലകളോ ഉണക്കയിലോ ഇട്ട് നമുക്ക് പുതയിടാവുന്നതാണ്. പുതയിട ഏറ്റവും നല്ലത് ശീമക്കൊന്നയുടെ ഇലയും മരിച്ചീനിയുടെ ഇലയും ഒക്കെയാണ്. പുതയിടൽ കഴിഞ്ഞു. ഇനിയൊരു 3-4 ഇഞ്ച് വ്യാസത്തിൽ നമ്മൾ നേരത്തെ ലാറ്ററൽ ട്യൂബ് 1 ഇഞ്ച് പൈപ്പിൽ കണക്ട് ചെയ്ത് 45 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. ഇനി 55 സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ 3-4 ഇഞ്ച് വ്യാസത്തിൽ ദൂരം ഷീറ്റിലിടുക. അതിന് നേരെ ആയിരിക്കണം നമ്മുടെ ലാറ്ററൽ ട്യൂബ് വരുന്നത്. അവിടെയാണ് നമ്മൾ തൈ നടുന്നതും നമ്മുടെ ട്രിപ്പർ കണക്ട് ചെയ്യുന്നതും. ഞാൻ ഒരു 4 ഇഞ്ച് വ്യാസത്തിലാണ് ഇടുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കുറച്ച് ചാണക സ്ലറി ഇവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ പൈപ്പ് വഴി കടത്തിവിടാൻ കഴിയില്ല. അപ്പോൾ അത് ഇതിൻ്റെ ചോട്ടിൽ ഒഴിക്കണമെങ്കിൽ കുറച്ച് വ്യാസം വേണം. ഇനി തൈ നടുകയാണ്. തൈ നടുക എന്നുള്ളതൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു.
ടൈ നട്ട് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ട്രിപ്പർ കണക്ട് ചെയ്യുക എന്നതാണ്. അതിന് ഇങ്ങനെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ലാറ്ററൽ ട്യൂബിൽ ഒരു ദ്വാരം ഇടും. എന്നിട്ട് അതിലേക്ക് ട്രിപ്പർ അമർത്തി ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യും. ഞാൻ ഉപയോഗിക്കുന്ന ട്രിപ്പർ 8 LPH അളവിൽ വരുന്ന ട്രിപ്പറാണ്. എന്ന് വെച്ചാൽ 8 ലിറ്റർ പെർ അവർ. 1 മണിക്കൂറിൽ 8 ലിറ്റർ വെള്ളം പുറത്തു വരും ഈ ട്രിപ്പറിൽ.